ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹനിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സദാ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അർറഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അടിമയായി മാറേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും. സാധാരണയായി ആളുകൾ അവർ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഏതെങ്കിലും ചില സമയങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ് പ്രാർത്ഥന. ചില ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ, ചില ആളുകൾ അവർക്ക് തോന്നിയ സമയങ്ങളിൽ അത് മാറി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഓർക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ കുല്ല അഹ്യാൻ, അല്ലാഹുവിനെ എല്ലാ സമയത്തും ഓർക്കുന്ന വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രമല്ല,
ഒരാവശ്യം നേരിടുമ്പോൾ മാത്രമല്ല, സന്തോഷവേളയിലും സന്താപവേളയിലും ഉറങ്ങാൻ പോകുമ്പോഴും എണീക്കുമ്പോഴും ജീവിതത്തിന്റെ ഓരോ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് അഭയം തേടിയ, ഉണ്ടാകരുത്, സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ച ചില മരണങ്ങളുണ്ട്. ആ മരണത്തെ തൊട്ട് നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം അത് പ്രാർത്ഥിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ സംഭവിക്കരുത് നമുക്ക്. ഇപ്പൊ നമ്മുടെ ദുആയിലൊക്കെ ചില പദങ്ങൾ വരുന്നുണ്ടെങ്കിലും ആ ഹദീസുകൾ പലപ്പോഴും കുറവാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിൽ ആ വിഷയങ്ങൾ സൂചിപ്പിക്കും. അതിന് ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് വരും. ആവശ്യമുള്ള ആളുകൾക്ക് പേഴ്സണലായിട്ട് നമ്മൾ അയച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഖുതുബയിൽ തന്നെ പഠിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അത് നമ്മൾ പഠിക്കണം. കാരണം പ്രാർത്ഥന എന്നുള്ളത് അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ചില മുസീബത്തുകളെ, പ്രയാസങ്ങളെ നീക്കാനും മാറ്റം ചെയ്യാനും അല്ലാഹുവിന് സാധിക്കും. ദുആയിൽ അങ്ങനെ ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. ഖദാഇനെ മാറ്റാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ കഴിയില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ദുആ മുഖേന ഒരു പക്ഷെ നമുക്ക് ബാധിക്കുന്ന ഒരു വിപത്ത്, നമുക്ക് ബാധിക്കുന്ന ഒരു കഷ്ടം, നമുക്ക് ബാധിക്കുന്ന ഒരു പ്രയാസം അല്ലാഹു നീക്കം ചെയ്തേക്കാം. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സ്വഹാബി വന്നു. സുബഹിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്നെ ഇന്നലെ തേള് കടിച്ചു. ഇന്നലെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ, ഇന്നലെ ഒരു അപകടം ഉണ്ടായി, ഇന്നലെ ഒരു വിഷജീവി എന്നെ കടിച്ചു പ്രവാചകരെ എന്ന് പ്രവാചകനോട് പറഞ്ഞ വിശ്വാസം ആദ്യം ചോദിച്ചത്, നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തആലാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥന രാവിലെ വൈകുന്നേരം ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. നിങ്ങളത് ചൊല്ലിയോ, ഇന്നലെ ചൊല്ലിയോ എന്നാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയും ഭൗതികമായി പരീക്ഷയും വലിയ ബന്ധമുണ്ട്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം ഇതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ, നിങ്ങൾ ഇന്നലെ ആ ദുആ ചെയ്തോ? അപ്പൊ ഇല്ലാതെ പ്രാർത്ഥന, ചില ദിക്റുകൾ, ചില ദുആകൾ നമ്മളത് മനഃപൂർവ്വം അല്ലെങ്കിൽ അശ്രദ്ധമായി അതിനൊഴിവാക്കിയാൽ ഒരുപക്ഷെ ഭൗതികമായ പരീക്ഷണങ്ങൾ നമുക്ക് കടന്നു വരാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും. നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8ഓളം മരണങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അഭയം തേടിയതായിട്ട് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ കിതാബിൽ കൊടുക്കുന്ന ഒരു ഹദീസാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദഉ, ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. അഭയം തേട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അല്ലാഹുവേ, കെട്ടിടങ്ങൾ തകർന്ന് അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ തകർന്ന്, വീടുകൾ തകർന്ന് ഞാൻ മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടും. എത്രയോ മരണങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. അത് പക്ഷെ ഭൂമി കുലുക്കമാകാം. കഴിഞ്ഞ ദിവസം ഒരു പാർക്കിൽ ഒരു കുട്ടി ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നിടയിലാണ് ഒരു ചെറിയ ബീം ആ കുട്ടിയുടെ തലയിൽ വീണ്. ചെറിയ കുട്ടിയാണ് ആ കുട്ടി മരിക്കുന്നത്. നമുക്ക് നിങ്ങളൊരു സന്തോഷത്തിന്റെ വേളയിൽ ഒരിക്കലും കാരണം ഈ മരണം എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള മരണമാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മള് സാധാരണ ചില മരണങ്ങൾ രോഗമായി അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മരണാസന്നായിരുന്നു അല്ലെങ്കിൽ മരിക്കാൻ ഇതല്ല. ഇത് നമ്മൾ ഒരിക്കലും സങ്കല്പിക്കുന്നത്, മരണം അങ്ങനെയാണല്ലോ, ഒരിക്കലും വിചാരിക്കാതെ അവിചാരിതമായി സംഭവിക്കുന്ന ഒരു പക്ഷേ അത് മാനസികമായി പോലും രക്ഷിതാക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെ അവരുടെ മാനസിക നില തെറ്റിപ്പോകാൻ വരെ കാരണമാകുന്ന മരണങ്ങൾ. അപ്പൊ അത് പ്രാർത്ഥിക്കാൻ നോക്കുന്നില്ല. നമ്മുടെ ഇപ്പൊ ഉരുൾപൊട്ടൽ, എത്രയോ വീടുകൾ തകർന്ന് അതിനകത്ത് ആളുകൾ സുരക്ഷ, അവർ ഉറങ്ങിയവരാണ്, അവരെന്തിനാ ഉറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ട് അതിനിടയിലാണ്, അല്ലെ ആ ഉറക്കത്തിലാണ് അവരുടെ മൊത്തം ആ ഉരുൾപൊട്ടലിൽ ഒരുപാട് നമ്മൾ കണ്ട മനുഷ്യരാണ്. നമ്മൾ അതൊക്കെ
നമ്മൾ ലൈവായിട്ട് അതിന്റെ അനുഭവങ്ങളും അതിന്റെ വേദനകളൊക്കെ പങ്കുവെച്ചവരാണ്. അതിന് മാനസികമായിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് സഹായവും പിന്തുണയും നൽകിയവരാണ് നമ്മൾ. ഞാൻ പറഞ്ഞത് നമ്മുടെ ദുആയിൽ ഈ പ്രാർത്ഥന കടന്നു വരുന്നതാണ്. അതും കെട്ടിടങ്ങള്, ബിൽഡിങ്ങുകള്, വീട് അല്ലെങ്കിൽ എന്തെങ്കിലും തകർന്ന് നമ്മുടെ മേലെ വീണ് മരണപ്പെടുന്നവരൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് അഭയം തേടിയിരുന്നു. മറ്റൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അത് മലകൾ പോലെ, അല്ലെങ്കിൽ ഉയർന്ന മരങ്ങൾ പോലെ, അല്ലെങ്കിൽ ഉയർന്ന ബിൽഡിങ്ങുകൾ, അതിന്റെ മുകളിൽ നിന്നും ഞാൻ വീണ് മരിക്കുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ മരണങ്ങൾ അങ്ങനെ. പലപ്പോഴും അപകട രംഗത്ത് ഈ ഭാഗത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ ഈ പ്രദേശം അവിടെ നിന്ന് ചിലപ്പോ ഒരു ഫോട്ടോഷൂട്ടിന് അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യാമറ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര ആളുകൾ വഴുതി വീഴുന്ന അല്ലെങ്കിൽ വീട് മരിക്കുന്ന നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്. നമ്മൾ ഓരോ സമയത്തും വായിക്കും, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തൊക്കെ എത്ര മരണങ്ങളാണ് അത്തരം സഞ്ചാരങ്ങളിൽ ഉണ്ടാകുന്നത്, യാത്രകളിൽ സംഭവിച്ചത്. അപ്പൊ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന്, അത് മലമുകളിലാകാം, ഉയർന്ന സ്ഥലങ്ങളിലാകാം. അതുകൊണ്ട് അതിന് മറ്റൊരു ഭാഗം ഈ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രൊട്ടക്ഷനും ചില സൂക്ഷ്മതയും കൂടി ഉണ്ടാകണമെന്ന് ഉപദേശിച്ച ചില ഹദീസുകൾ കൂടി അത് കാണാൻ കഴിയും. ശ്രദ്ധിക്കണം, ഉറങ്ങാൻ പോകുമ്പോൾ പഠിപ്പിച്ച ഒരു മര്യാദയിൽ പ്രവാചകൻ വിരോധിച്ചൊരു കാര്യമുണ്ട്. ഭിത്തികളില്ലാത്ത, നമ്മൾ പറയലേ, പിന്നെ അതായത് മറയില്ലാത്ത വീട്, ഉയർന്ന പ്രദേശങ്ങളിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കരുത്. അത് റസൂൽ വിരോധിച്ചതാണ്. നമ്മള് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് മുകളിലോ അവിടെ പാരപ്പറ്റ കിട്ടിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ തുറസായ സ്ഥലം, ആ തുറസായ സ്ഥലത്ത് മുകളിൽ കയറി അതിന് നിങ്ങൾക്ക് നിങ്ങളെ മറയ്ക്കാൻ ഒരു മറയില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ കിടന്നുറങ്ങരുത്. ഉയർന്ന പ്രദേശങ്ങൾ, ഭിത്തികൾ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിൽ മുകളിൽ കയറി കിടക്കുന്നു. രാവിലെ ആകുമ്പോ വീട് വലിക്കുന്നു. വിരോധിച്ചാണ്. അപ്പൊ കിടക്കാൻ പോകുമ്പോൾ തന്നെ നബി പറഞ്ഞു, നിങ്ങൾ ഒരു സുരക്ഷിതമായ സ്ഥലത്താണ് കിടക്കേണ്ടത്. പ്രവാചകന്റെ സഹാബി അപ്പൊ അദ്ദേഹം പറയാം. അപ്പൊ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത് അബൂ ഇമ്രാൻ എന്ന് പറയുന്ന താബിയിൽപ്പെട്ട ഒരാളാണ്. അവർ അങ്ങനെ പോവുകയാണ്. ആ സമയത്ത് സുഹൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ചുമരില്ലാതെ ഉയർന്ന പ്രദേശത്ത് അല്ലെങ്കിൽ മുകളിൽ ചുമരുകളില്ലാത്ത ഒരു ഉയർന്ന സ്ഥലത്ത് ഉറങ്ങുന്ന ഒരാളെ കണ്ടു. അപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ സ്വഹാബിയാണ്. അദ്ദേഹം അദ്ദേഹത്തെ കാര്യം തട്ടിട്ട് എണീക്കോ എന്നിട്ട് മാറി കിടക്കോ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. മൻ ബാത അലാ മഹിരി ജിബാലി, ചുമരുകളില്ലാതെ, അതായത് ഉയർന്ന സ്ഥലങ്ങളിൽ കിടക്കണം. അതിന് ഇയാളെ ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞാലോ തടയാനൊന്നുമില്ലാതെ അങ്ങനെ മറയില്ലാത്ത സ്ഥലത്ത് ഒരാൾ കടന്ന് അയാൾ മരണപ്പെട്ടാൽ അള്ളാഹു അവനുള്ള ആ സംരക്ഷണം അള്ളാഹു എടുത്തു കളഞ്ഞതാണ്. എന്നുവെച്ചാൽ അയാൾ കിടക്കുമ്പോൾ തന്നെ ഒരു സുരക്ഷിതമില്ലാത്ത സ്ഥലത്താണ്. പിന്നെ അതിന്റെ മുകളിൽ വീണ് മരിച്ചാൽ പിന്നെ അതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് പരാതി പറയരുത് എന്നാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഒരു അപകടം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമുക്കാകണം. നമ്മൾ അത് ചെയ്യണം. അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അള്ളാഹുവേ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന്, ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന്, വീട് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. മറ്റു മൂന്നാമത്തെ പ്രാർത്ഥന ഹദീസിൽ കാണാം. മിനൽ ഗറഖി. ഗറഖ് എന്ന് പറഞ്ഞാൽ മുങ്ങി മരണമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ അടുത്തതാ കഴിഞ്ഞ 2-3 ദിവസം, ഒരാഴ്ച മുമ്പ് കല്ലടിക്കോട് 3 കുട്ടികളാണ് മുങ്ങി മരിച്ചത്. ഓരോ പ്രദേശത്ത്, പ്രത്യേകിച്ച് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം ഈ വെക്കേഷൻ ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾ കൂടുതൽ പലപ്പോഴും പുഴകളിലോ കുളങ്ങളിലോ എല്ലാം പോകും. നമ്മുടെ മുതിർന്ന കുട്ടികൾ, വലിയ ആളുകൾ വരെ, യുവാക്കൾ വരെ നോക്കു നിങ്ങൾ. അവരുടെ അശ്രദ്ധ കാരണം, ഒരുപക്ഷെ സൂക്ഷ്മത കുറവ് കാരണം
ചിലപ്പോ അതിലേക്ക് ഇറങ്ങും, ഒന്ന് ചിലപ്പോ മറ്റേതിലേക്ക്, ചിലപ്പോ ഒരു ഫോട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിറങ്ങി ഒന്നും ആഴം പരിശോധന അല്ലെങ്കിൽ നീന്താൻ അറിയാത്തവർ പോലും അതിലിറങ്ങി കുടുങ്ങി മരണപ്പെടുന്ന എത്രയോ വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. തീരാ സങ്കടം. ഒരു കാസർഗോഡ് കഴിഞ്ഞ ഒരു വർഷമായിട്ടില്ല, ഒരു കുടുംബത്തിലെ 4 പേരാണ് ഒരു ചെറിയ വള്ളത്തില് നീന്താൻ അറിയാത്താല് അത് കവിഴുന്ന ഒരു കുടുംബത്തിലെ 4 കുട്ടികൾ മരിക്കുക എന്ന് പറയുന്നത് ആലോചിച്ചു. ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ആലോചിച്ചു. അപ്പൊ റസൂൽ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഗറഖ്, അല്ലാഹുവേ മുങ്ങി മരണത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മുൻകരുതലുകൾ പ്രവാചകൻ സ്വീകരിച്ചതായി കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ സുഹൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അദ്ദേഹം ആ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിച്ചു വിട്ടിട്ട് ഇങ്ങനെ പാരപ്പറ്റില്ലാത്ത അല്ലെങ്കിൽ ചുമരുകളില്ലാത്ത സ്ഥലത്ത് കിടക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം രണ്ടാമതൊരു ഉപദേശം കൊടുത്തു. അദ്ദേഹത്തിന് മൻ റക്കിബൽ ബഹർ, ആരെങ്കിലും സമുദ്രം ഇങ്ങനെ പ്രളയമുണ്ടാകുന്ന അല്ലെങ്കിൽ തിരമാലകൾ അടിച്ച് ശോഭിച്ചു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും സമുദ്രത്തിൽ യാത്ര ചെയ്താൽ, അങ്ങനെ യാത്ര ചെയ്ത് നിമിത്തം മരണപ്പെടുകയും ചെയ്താൽ അള്ളാഹു അവന്റെ സംരക്ഷണ ചുമതലയിൽ നിന്നും അള്ളാഹു അതിൽ നിന്നും ഒഴിവായവനാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, തീരപ്രദേശത്തുള്ള ആളുകളോട് പറയും, ഇപ്പോ കടൽക്ഷോഭാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, മാറി താമസിക്കണം, അല്ലെങ്കിൽ സുരക്ഷിതരാകണം, അല്ലെങ്കിൽ കടലിൽ പിന്നെ മുക്കുവന്മാരായ അല്ലെങ്കിൽ ഫിഷറീസിനായ ആളുകൾ അവരെ ഉപജീവനമാർഗത്തിന് പോകുമ്പോൾ പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മളൊക്കെ എത്ര പോണ്, ഇതൊക്കെ എത്ര നമ്മൾ കണ്ടിട്ട് ഈ പിന്നെ അനൗൺസ്മെന്റ് നമ്മൾ എത്ര കണ്ടു പോകും. ഹദീസാണിത്. ഒരാൾക്ക് അങ്ങനെ കടൽക്ഷോഭമുണ്ട്, നിങ്ങൾ യാത്ര ചെയ്യരുത്, ശ്രദ്ധിക്കണമെന്ന് പറയപ്പെട്ടാൽ പിന്നീട് പോയിട്ട് അവിടെ പോയി മരണം സംഭവിച്ചാൽ അതിന്റെ ആ മരണത്തിൽ നിന്ന് അതൊരു ആത്മഹത്യ പോലാവും, ഒരു ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുക പോലാവും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം. അള്ളാഹുവിൽ നിന്ന് അവനോട് ആ സംരക്ഷണ ചുമതല പടച്ചു തമ്പുരാൻ ഒഴിവാണ്, അവനെ സംരക്ഷിക്കേണ്ട ബാധ്യത നടക്കും. അപ്പൊ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. അത് അതുകൊണ്ടാണ് വളരെ ഗൗരവമായിട്ട് ആ കാര്യം പഠിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ കാണാം, നിങ്ങൾ അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കണം. ചില വിഷയങ്ങൾ ഒരു മുൻകരുതലാവാം. അതോടൊപ്പം തന്നെ അത്തരം പ്രതീക്ഷിക്കാൻ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മരണങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടിയിരുന്നു. മൂന്നാമത് ഹർക്കാൻ, നാലാമത് ഹറക്ക് എന്ന് പറഞ്ഞാൽ തീ കത്തി മരണപ്പെടുക. ഹറക്ക്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വഹാബികളുടെ എല്ലാ വിഷയങ്ങളിലും ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മളും നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാണോ, അതിൽ സൂക്ഷ്മ പാലിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കണം, ശ്രദ്ധിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകൻ ഉറങ്ങാൻ പോകുമ്പോൾ മര്യാദകൾ പറഞ്ഞു. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ വിളക്കുകൾ അണയ്ക്കണം. കാരണം ഇന്നത്തെ പോലെയല്ല, അന്ന് നമുക്കറിയാം വൈദ്യുതി ഇല്ലാത്തൊരു കാലഘട്ടത്ത് വിളക്കുകൾ, സെൽഫിന്റെയൊക്കെ വിളക്കുകൾ കൊളുത്തിയിട്ട് ഒരു ചെറിയ വെളിച്ചത്തിന് വേണ്ടി നമ്മള് പിന്നെ 0 വോൾട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരല്പം വെളിച്ചത്തിന് വേണ്ടി ഒരു വെളിച്ചം കത്തിച്ചു വെക്കാറുണ്ടായിരുന്നു പല ഭാഗത്തും. നിർദ്ദേശിക്കാൻ, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോ നിങ്ങൾ ആ വിളക്കുകൾ അടയ്ക്കണം. ചില ഹദീസിൽ കാണാൻ കഴിയും, ഈ തീയുണ്ടല്ലോ അതൊരു പക്ഷെ നിങ്ങൾക്ക് അത് ശത്രുവായി മാറിയേക്കാം. മദീനയിലൊരു വീട് കത്തി നശിച്ച ആളുകളടക്കം മരണപ്പെട്ടു. ആ വാർത്ത പ്രവാചകനിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അങ്ങനെ സംഭവിച്ചത് ചിലപ്പോൾ എലി വല്ലതും മറ്റു വല്ലതും ആ തിരി അതിലേക്ക് വലിച്ചിട്ട് മൊത്തം ആ കുടുംബം അല്ലെങ്കിൽ ആ വീട് മുഴുവൻ നശിക്കപ്പെടാൻ അത് കാരണമായേക്കാം എന്ന് റസൂൽ താക്കീത് ചെയ്ത ഒരു വിഷയത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. നോക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ നമ്മുടെ വീട്ടിൽ എന്താണ് ഗ്യാസ് ഓഫ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ലൈറ്റ് അനാവശ്യം അത് ഓഫാക്കുക എന്നുള്ളതും ഒരു സുരക്ഷിത. അത് പ്രവാചകൻ ഒന്നും സംസാരിക്കാതെ പോയിട്ടില്ല. ഒരു അപകടം നോക്കുന്നില്ല, പല അപകടങ്ങളുടെ കാരണങ്ങൾ, തീപിടുത്തമുണ്ടായി, ഒരു ബിൽഡിംഗിൽ മുഴുവൻ ആളുകളും. ചിലപ്പോൾ ഏതെങ്കിലും ചില ആളുകൾ, ഒരു റൂമിലുള്ള ഒരു വ്യക്തിയുടെ ചെറിയൊരു അശ്രദ്ധ
ഒരു ഒരു ബിൽഡിങ്ങിലെ മുഴുവൻ ആളുകളെയും എല്ലാം അവരുടെ ജീവനും സമ്പത്ത് എല്ലാം നശിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു ചെറിയ അശ്രദ്ധ, ഒരു ചെറിയ സൂക്ഷ്മക്കുറവ്. നോക്കൂ നിങ്ങൾ, അവൻ ആ വിഷയം പോലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലും ഉറങ്ങാൻ പോകുമ്പോൾ കൊടുത്തു. നിങ്ങളുടെ വിളക്കുകൾ അടയ്ക്കണം, നിങ്ങൾ അതുപോലെ നിങ്ങളുടെ തീകൾ നിങ്ങൾ കെടുത്തണം എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ചെയ്യണമെന്നാണ്. എങ്കിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഹെറക്കിൽ നിന്ന് പ്രവാചകൻ അഭയത്തിലെ ഹെറക്കിൽ നിന്നും മുങ്ങി മരണ മാസമാകുന്നത് അഭയം തെളിയതുപോലെ തീ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നത്, അങ്ങനെ കരിച്ചു കളഞ്ഞ് അങ്ങനെ ആ തീ കാരണം മരണപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഭയം തേടിയിരുന്നു. അഞ്ചാമത് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഭയം തേടിയത് വൽ ഹറം. വൽ ഹറം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ സഹജമായ പ്രായാധിക്യം, പടുവാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഹറം. അത് ഹദീസിൽ മറ്റൊരു പ്രയോഗമുണ്ട്. പടുവാർദ്ധക്യത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അഭയം തേടിയതായി നമുക്ക് കാണാൻ കഴിയും. കാരണം ആ അവസ്ഥയിലേക്ക് എത്തിയാൽ സ്വന്തമായി ഒരാൾക്ക് കാര്യം ചെയ്യാൻ കഴിയും. കാരണം ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഒന്ന് വെള്ളം കുടിക്കണമെങ്കിൽ, ഒരു ഭാഗത്ത് എഴുന്നേൽക്കണമെങ്കിൽ, മലമൂത്ര വിസർജനം ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് ചെരുതി കിടക്കും, അങ്ങനെ ഒന്നും തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യന്റെ ആയുസ് പോവുക. അത് ഖുർആൻ സൂറത്തുൽ നഹ്ലിലും സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ യാസീനിലും സൂറത്തുൽ റൂമിലും ആവർത്തിച്ച് പറഞ്ഞു. സൂറത്തുൽ യാസീൻ പിന്നെ നഹ്ലിൽ പറഞ്ഞ വാചകം ഇതാണ്: അല്ലാഹു ഖലഖകും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, സുമ്മ യതവഫാകും, അല്ലാഹു നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉംർ, പടുവാർദ്ധക്യത്തിലേക്ക് മടക്കപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതിൽ അല്ലാഹു ഒരു പ്രത്യേക കാര്യം പറഞ്ഞത് എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക്. അങ്ങനത്തെ ആളുകൾ വീടുകളൊക്കെ ഉണ്ട്, നമുക്കറിയാം. ഭക്ഷണം കൊടുത്താലും പറയും ഭക്ഷണം തന്നിട്ടില്ല എന്ന് പറയും, മരുന്ന് കൊടുത്താൽ പറയും ഇവളെനിക്ക് മരുന്ന് തന്നിട്ടില്ല എന്ന് പറയും. നോക്കൂ നിങ്ങൾ, എല്ലാം അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നീട് ഒന്നും അറിയാത്ത സാഹചര്യത്തിലേക്ക്, എന്ന് വെച്ചാൽ ഇബാദത്ത് കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം, അത്രയും ഒരു പടുവാ ഒന്ന് സ്വന്തമായി ചെയ്ത് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഖുർആൻ എടുത്തു പറഞ്ഞു പല ഭാഗത്തും. അള്ളാഹു ആയുസ് നൽകിയ ആളുകൾക്ക് പിന്നീട് അതേ ആയുസിന് മറ്റൊരു രീതിയിലേക്ക് അള്ളാഹു മാറ്റും. അത് പിന്നീട് പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു കൊണ്ടുപോകും. അവരെ പറഞ്ഞത് പടുവാർദ്ധക്യത്തിന്. കാരണം ഈ ഒരു അവസ്ഥയിൽ മരണപ്പെടാൻ കാരണം പരസഹായമില്ലാതെ, മറ്റുള്ളവർ ആശ്രയമില്ലാതെ പിന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യം വലിയ പ്രയാസമാണ്. അത് പരിചരിക്കുന്നവർക്ക് പോലും പ്രയാസവും, സ്വന്തം മാത്രമല്ല അവരെ പരിചയം. നമുക്കറിയാം പല വീടുകളും അവർക്ക് ഒരാളെ ഒരു ഭാഗത്തേക്ക് എങ്ങോട്ടെങ്കിലും നീങ്ങണമെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ടല്ലാതെ നീങ്ങാൻ പറ്റാത്ത സാഹചര്യം അനുഭവിക്കുന്ന എത്രയോ രോഗികൾ, എത്രയോ പ്രായങ്ങൾ പ്രയാസപ്പെടുന്ന വാർദ്ധക്യ സഹജമായിരുന്ന ആളുകൾ ദുആ ചെയ്തു. ആ ദുആ സ്വീകരിച്ചു. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഈ പടുവാർദ്ധക്യത്തിന്റെ പ്രവാചകൻ എത്തിയില്ലല്ലോ. നമ്മൾ അവർ പഠിക്കണം, നമ്മളെ മനസ്സിലാക്കണം. അതെച്ചാൽ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ദുആ ചെയ്തതായിട്ട് ഹദീസിൽ കാണാം. അത് ആവർത്തിച്ച് പ്രവാചകൻ പല ദുആകളിലും ഉൾപ്പെടുത്തിയതായി കാണാൻ കഴിയും. അപ്പൊ ഒന്ന്, അല്ലാഹു യഅൂദുബിക ഹദം. രണ്ട്, അല്ലാഹു യഅൂദുബിക തറത്തി, കെട്ടിടത്തിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിടം തകർന്നു കൊണ്ട് മരിക്കുക, അതുപോലെ ഉയർന്ന പ്രദേശത്ത് മരിക്കുക, മുങ്ങി മരണം സംഭവിക്കുക, അതുപോലെ ഹരക്ക തീ സംബന്ധമായി തീ പൊള്ളലേറ്റ് മരണപ്പെടുക, വാർദ്ധക്യ സഹജമായ മരണത്തിൽ. മറ്റൊന്ന് പറഞ്ഞു ആറാമത്, മരണസമയത്ത് പിശാച് നമ്മളെ റാഞ്ചി എടുക്കുന്നതിൽ നിന്നും അള്ളാഹുടെ അഭയം. കാരണം ഈമാൻ നമ്മള് എന്താ പറഞ്ഞോ, ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ എന്നാണ് ഹദീസ്. ഒരാളുടെ അമലുകൾ അള്ളാഹു പരിഗണിക്കുന്നത് അയാളുടെ പര്യവസാനം പരിഗണിച്ചുകൊണ്ടാണ്. നമ്മളിപ്പോ ഇങ്ങനെ പോകാൻ നമ്മുടെ അവസാനം എങ്ങനെയാണ് എന്ന് പരിഗണിച്ചിട്ടാണ് അള്ളാഹു ഒരാളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പരിഗണിക്കുന്നത്. അതുകൊണ്ട് അവസാന സമയം, അതാണ് നമ്മുടെ പ്രാർത്ഥന. അടച്ചോനെ, ഈ ലോകത്ത് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലി ഈ ദുനിയാവിൽ വിട പറയാനുള്ള തൗഫീഖ് നൽകണേ.
ആമീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഫ്ളു ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലി മരിക്കാൻ റസൂലുള്ളാഹി മൗതാക്കും മരണാസന്നിധിയിലാകും ചൊല്ലി കൊടുക്കുക എന്ന് പറയാൻ കാരണം കർപ്പിശാൽ അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ട് ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ പ്രതാപം ചെയ്ത് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, മനുഷ്യരുടെ റൂഹ് ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ അവനെ വഴിപിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് റൂഹ് പിരിയുന്നത് വരെ. നോക്കൂ നിങ്ങൾ, ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആരാണ് റസൂലുള്ളാഹി സ്വന്തം പിതൃവിന്റെ അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും പറയാൻ വേണ്ടി പറയുന്നത്. എല്ലാം സംസാരിക്കാൻ കഴിയുന്ന പിതൃവിനറിയാം ശരിയാണ്, ഇത് സത്യമാണെന്നറിയാം. തൊട്ടപ്പുറത്ത് അബൂജഹലും അവന്റെ അനുയായികളും അവിടെ നിങ്ങള് അബ്ദുൽ മുത്തലിബിന്റെ മാർഗം കൂട്ടിട്ടാണ് മരിക്കുന്നതാണ്. ഒരു ഭാഗത്ത് ആയാലും ഒരു ഭാഗത്ത് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത്. സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അല്ല, ആര്യ അബ്ദുൽ മുത്തലിബ്, ഞാൻ എന്റെ ഉപ്പാന്റെ മാർഗത്തിലായിക്കൊണ്ട് അവരുടെ ദീനിലായിക്കൊണ്ടാണ്, ആ ജാഹിലിയത്തിലായിക്കൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? നരകാവകാശിയായി ഈ ലോകത്തൂടെ പറഞ്ഞു. ഞങ്ങളൊന്നുമില്ല, അള്ളാഹുവിനെ കാത്തിരിപ്പാണ്. അപ്പൊ നമ്മളെ പറഞ്ഞത് അത്തരം മരണസമയത്ത് പിശാച് നമ്മുടെ രാജ്യം എടുക്കുന്നിരുന്നു, പിശാചിന്റെ ആ ദുർബോധത്തിരുന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം. അതുകൊണ്ട് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച് മരണപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലിൽ മൗത്ത് സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്ത് സക്കറാത്ത് എന്ന് പറഞ്ഞ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് റസൂൽ മരണപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോക്ക് നിങ്ങൾ, അടുത്തത് വൻ അമൂത്ത് ഫീ സബീലിക മുദ്ബിറൻ. യുദ്ധ സന്ദർഭങ്ങളിൽ നിന്നും യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നുള്ളത് അത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു വിഷയം. 7 വൻപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് യുദ്ധമുഖത്തുന്ന യുദ്ധ സമാനമായ യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്മാറവും ഓടിപ്പോകുക ഭയന്നിട്ട്. അങ്ങനെ ഓടിപ്പോകുന്നതിനിടയിൽ മരിക്കുക. പ്രത്യേകിച്ച് മുനാഫിക്കുകളായ ആളുകൾ അവർ പറയും, പിന്നെ മുസ്ലിങ്ങളായ ആളുകൾ യുദ്ധത്തിന് പോകുമ്പോൾ പറയും, നിങ്ങളെ മരണം സംഭവിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് മരണം സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കും. എന്നിട്ട് ഇവർ സുരക്ഷിതരാണോ? ഇവരാ യുദ്ധത്തിൽ നിന്ന് ആ മരണം അത് വളരെ കെട്ടിവേർക്കപ്പെട്ട കൊട്ടത്തലങ്ങൾക്കാണ്, കോട്ടകൾക്കുള്ളിലാലും ശരി നിങ്ങൾക്ക് മരണം പിടികൂടുക തന്നെ ചെയ്യും. അത് യുദ്ധത്തിൽ പോകണമെന്നില്ല. അപ്പൊ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ മാനസികമായി മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകൻ അല്ല വിശുദ്ധ ഖുർആൻ ആ കാര്യം ഗൗരവം എടുത്തു പറഞ്ഞു. ഇവിടെ പറഞ്ഞത് യുദ്ധമുഖത്ത് യുദ്ധം ഭയന്ന് ആ ഒരു ചതിയും കൂടിയാണ് മുഅ്മിനീങ്ങളെ തനിച്ചത് പിന്നീട് തിരിഞ്ഞു ഓടുന്നതിന് മരണപ്പെടാൻ. അത് അതിൽ നിന്ന് ഉറപ്പെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. 8ാമത്തെ പ്രാർത്ഥന വഅഊദു ബിക അൻ അമൂത ലബീഗൻ. വിഷജീവികൾ, വിഷജന്തുക്കളുടെ വിഷം തട്ടി മരിക്കുന്നതിൽ നിന്നും ഞാൻ അല്ലാഹുവിന്റെ അഭയം തേടുന്നു. ഓരോ വാർത്തകൾ, പാമ്പ് കടിച്ച് മരണപ്പെടുന്നു, അല്ലെങ്കിൽ വിഷ ജന്തുക്കളെ കടിച്ച് മരണപ്പെടുന്നു എന്നുള്ള വാർത്തകൾ. നേരത്തെ ആ സഹാബി പറഞ്ഞല്ലോ, എന്നെ തേടി കടിച്ചു എന്നുള്ള വാർത്തകൾ. ഇതുപോലുള്ള പഠിച്ചവനെ വിഷാംശമേറ്റ് അല്ലെങ്കിൽ വിഷം വേണ്ടി മരിക്കുന്നതിൽ ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് പ്രാർത്ഥിക്കാൻ. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിന്റെ സുരക്ഷിതത്വം, ഒരു സംരക്ഷണം കൽപ്പിച്ചു. പ്രവാചകൻ പ്രാർത്ഥിച്ചു, പ്രവാചകൻ അതിനോട് ഉപദേശം നൽകി. ഉറങ്ങാൻ പോകുമ്പോൾ മര്യാദ കാണാം. നിങ്ങൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് എത്തിയാലും വിരിപ്പ് 3 തവണ കൊടയണം എന്നുള്ളത് ഇമാം ബുഖാരിയുടെ ഹദീസിൽ ഉറങ്ങുന്നതിന് മര്യാദ. നേരെ പോയിട്ട് അടിക്കും, അതൊരു അന്തമാണ്. അതിന് കാര്യം പറഞ്ഞത്, നിങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് പോയ ശേഷം അതിലെന്താണ് വന്നു ചേർന്നിട്ടുണ്ടായെന്ന് അറിയില്ല. എത്ര സംഭവങ്ങളാണ് വായിക്കുന്നത് നമ്മള്. ഉറങ്ങാൻ കിടന്ന കുട്ടിയെ പാമ്പ് കടിച്ചു, തേള് കടിച്ചു, അല്ലെങ്കിൽ വിഷം തേണ്ടി എന്തെല്ലാം വാർത്തകൾ, മരണ വാർത്തകൾ. എന്നാലും കുഴപ്പമില്ല. അത് ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചെന്താ, അതിങ്ങനെ പരലോകവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങള്, പരലോകത്തെ സ്വർഗം നരകം അല്ലെങ്കിൽ വിചാരണ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണോ, അത് മാത്രമാണോ നീ സംസാരിക്കുന്നത്? അല്ല. ഈ ദുനിയാവിലെ സുരക്ഷിതത്വം, ഈ ദുനിയാവിലെ ഒരു മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം, ഈ ദുനിയാവിലെ ഒരു ജീവന്റെ സംരക്ഷണം, അത് അല്ലാഹു വളരെ പ്രാധാന്യത്തോടുകൂടി പ്രവാചകനോട് പഠിപ്പിക്കപ്പെട്ടു. അത് നമ്മുടെ സുരക്ഷിതത്തിനാണ്. മുസ്ലിമാണ് പ്രാർത്ഥനയും പ്രവർത്തനവുമെല്ലാം ഒരു മുസ്ലിമിന്റെ രക്ഷാബന്ധമായി മാറേണ്ടതുണ്ട്. പ്രവർത്തികൾ അത് തിരുപ്പുകൊടയെന്നുള്ളത് ദീനിന്റെ അഥവാണ്. അങ്ങനെയെങ്കിൽ പലരും സംഭവിക്കുമായിരുന്നില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നബി ഉറങ്ങാൻ പോകുമ്പോൾ അതുപോലെ തന്നെ യാത്ര പോകുന്നതോട് പറഞ്ഞു, നിങ്ങൾ ആ കാലഘട്ടം നമുക്ക് മരുഭൂമിയിലെ യാത്രയാണ്, വിശ്രമിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ വഴികളിൽ കിടക്കരുത്.
ഒരു പക്ഷേ വിഷജന്തുക്കൾ പോകുന്ന സ്ഥലങ്ങളിൽ, കാരണം ആ വിഷജന്തുക്കൾക്ക് ഏറ്റവും നിങ്ങൾക്ക് അപകടം സംഭവിച്ചേക്കാം. അപ്പൊ ഒരു സുരക്ഷിതത്വം നോക്കൂ. നിങ്ങൾ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം 3 യുവാക്കള് യാത്ര പോയിട്ട് കടന്നൽ കുത്തേറ്റ് ഒരു യുവാവ് മരണപ്പെട്ട ഒരു വാർത്ത ഒരു വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വളരെ സന്തോഷത്തോടെ യാത്ര പോയി. പക്ഷെ അവിടെ മുന്നറിയിപ്പുണ്ടായിരുന്നു, അങ്ങോട്ട് ഇറങ്ങരുത്, അവിടെ കടന്നൽ കൂടുകളുണ്ട്, അത് ഉപദ്രവിക്കുന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അത്തരം അപകടങ്ങൾ, അത്തരം പ്രയാസങ്ങൾ, അത്തരം ബുദ്ധിമുട്ടുകൾ, അത്തരം മരണങ്ങൾ എന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കടന്നു വരുന്ന പല മരണങ്ങളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ഇത്തരം മരണങ്ങളിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടാൻ വേണ്ടി കൽപ്പിച്ചോ ആ പ്രാർത്ഥനകൾ പഠിക്കുക. അല്ലാഹു എല്ലാ ഇത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് അഭയവും സുരക്ഷിതത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹവും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മാനായ പടച്ചതമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ നിലനിർത്തുകയും ചെയ്യണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയം, മരണം എല്ലാവരെയും പിടികൂടും. ആ മരണം ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ഒന്നാണ്. അത് നമ്മുടെ കുടുംബത്തെ പോലും മാനസികമായും ശാരീരികമായും തളർത്താൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അഭയം തേടിയതാണ്. ഇങ്ങനെ ഒരു ഖുതുബ എന്ന നിലയ്ക്ക് ഇവിടെ കേട്ടു പോകരുത് എന്നാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അത് നിങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. അത്തരം പ്രാർത്ഥനകൾ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥന കൂട്ടത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തോട് സംസാരിക്കണം, ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, കുട്ടികളോട് പഠിപ്പിക്കണം. ഞാൻ പ്രത്യേകിച്ച് കുട്ടികളോട് എടുത്ത് പറയാൻ കാരണം, മദീന അൻസാരി സഹാബികള് ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് പറയും, കുട്ടികളൊന്ന് കളിക്കാൻ പോയിക്കോളി എന്ന് പറയും. ഇതിൽ അതിൽ അസറിൽ കാണാം, കുട്ടികൾ എനിക്ക് അടിച്ചാൽ തന്നെ വിഷം തീണ്ടാറില്ല എന്നാണ് ഹദീസിൽ. അതിന്റെ അസറായിട്ട് ഹദീസിന് ബാക്കി വിശദീകരണമായിട്ട് വരുന്നത്. അത്രയും അപ്പൊ ഒരു ഈമാനോടുകൂടെ മുവഹിദുകളാക്കി അല്ലാഹു വരവേൽപ്പിക്കുന്നവരാക്കി നമ്മുടെ കുട്ടികളെ മാറ്റുക. മറ്റൊന്ന് ഉറപ്പെടുത്താനുള്ളത്, അതോടൊപ്പം തന്നെ ഇത്തരം മരണങ്ങൾ ഒരു ദുർമരണമായി, ഒരു മോശപ്പെട്ട മരണമായിട്ട് നമ്മൾ കാണുകയും ചെയ്യരുത്. ഈ സ്വാഭാവികമായിട്ട് ഒരാൾ കുട്ടി മരിച്ചു, കെട്ടിടം തകർന്ന് മരിച്ചു, വെള്ളത്തിൽ പെട്ട് മരിച്ചു, അതല്ലെങ്കിൽ തീയിൽ പെട്ട് മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹീദുകളെ പ്രവാചകന് വേണ്ടി കുറെ ഷഹീദിന്റെ പദവി കിട്ടുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്കറിയാമോ, വയനാട് പോലെ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഈ മരണം സംഭവിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു, അല്ലെങ്കിൽ യുവാക്കൾ മരിക്കുന്നു, കടന്നു കുത്തേറ്റ് ഒരു യുവാവ് മരണം, ഇങ്ങനെ വിഷജന്തുക്കളുടെ കുത്തേറ്റ് മരിക്കുന്നു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ കുറിച്ച് എണ്ണിയപ്പോ ഹദീസിൽ കാണാം കുറെ കാര്യം നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ഒരാൾക്ക് മുങ്ങി മരണം സംഭവിച്ച് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പദവിയാണ് കിട്ടുക. അത് സംഭവിക്കും, അതായത് പറഞ്ഞു നേരത്തെ പഠിച്ചോനെ ഞാൻ മുങ്ങി മരിക്കുന്നതിന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ അത് അള്ളാഹ് അദ്ദേഹത്തെ പരിഗണിക്കും ഷഹീദിന്റെ പദവിയിലേക്കാണ്. ബിൽഡിംഗ് കെട്ടിടങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറെ ഷഹീദുകളുണ്ട്. വിഷയമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത് മാത്രം. കെട്ടിടം തകർന്നുകൊണ്ട് ഒരു പ്രദേശത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ കെട്ടിടം തകർന്നു മരിക്കുന്നു. അദ്ദേഹത്തെ ഷഹീദിന്റെ പദവിയിലാണ് അള്ളാഹു പരിഗണിക്കുക. അതുപോലെ കുറെ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തീ തട്ടി പൊള്ളലേറ്റ് മരണപ്പെടുന്നു, ഷഹീദിന്റെ പദവിയിലേക്കാണ് പരിഗണിക്കുന്നത്. ഇങ്ങനെ കുറെ ഹദീസുകൾ കാണാൻ കഴിയും. ആ വിഷയം കൂടി നമ്മൾ പഠിക്കുക. ഒരിക്കലും മോശപ്പെട്ട മരണമായി അയ്യോ ഇത്ര വളരെ കഷ്ടമാണ് എന്നൊരു സംസാരം ഒരു മുന്നിന്റെ ഭാഗത്തുണ്ടാകരുത്. സഹോദരങ്ങളെ, മറ്റ് സാങ്കേതികമായി ഉൾപ്പെടുത്താറുണ്ട്. എല്ലാ മാസവും നമ്മൾ ഇവിടെയുള്ള വിധവകളായ പാവപ്പെട്ട സാധുക്കളായ ജാതിമത ഭേദമന്യുള്ള കുടുംബങ്ങൾക്ക് ഒരു മാസത്തിന് വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ കിറ്റ് ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ ഉദാരമായ സംഭാവന കൊണ്ട് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അത്തരം കുടുംബങ്ങളുടെ പട്ടിണി അകറ്റാൻ
ഒരു അത്താണിയായി മാറും. നമുക്കൊരു കഴിയുന്ന സഹായങ്ങൾ അവിടെ വിഷം പകറ്റാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നിങ്ങൾ വളരെ അധികം പ്രാർത്ഥിച്ചുകൊണ്ട് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ മാസവും നടത്തി വരാനുള്ള എൻലൈറ്റ്മെന്റ് പരിപാടി ഈ വരുന്ന ബുധനാഴ്ച ദേഷ്യം അടക്കൂ സ്വർഗം നേടും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബുധനാഴ്ച മകരവിശേഷം ഉണ്ടായിരിക്കും. മുഴുവൻ കുടുംബാംഗങ്ങളും കുടുംബസമേതം അത്തരം പരിപാടികളിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം കൽമണ്ടത്ത് വെച്ച് നാശമാണ് ലഹരി, അടുപ്പിക്കരുത് വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്രീസ് അവരുടെ ഒരു പൊതുപ്രഭാഷണമുണ്ട്. കഴിയുന്ന ആളുകൾ കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുള്ളാഹിയെ പഠിച്ച ദീനീയപരമായ അറിവുകൾ നേടാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പോരായ്മകളും നമ്മുടെ കുറവുകളും ന്യൂനതകളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യത്തിലും കുടുംബജീവിതത്തിലും സമ്പത്തിലും അള്ളാഹു അനുഗ്രഹങ്ങളും റഹ്മത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാവരും ചെറുതും വലുതുമായ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل دعاء إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.